സർക്കാരിനെ മന്ത്രിമാരെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വാർത്താസമ്മേളനം തുടരുകയാണ്. എന്ന് പറയുന്നതിൽ വല്ല കാര്യമുണ്ടോ? അത് തെറ്റായ പ്രചാരവേലിയാണ്. ആദ്യം അവിടെ എത്തിയ ഉടനെ നിങ്ങൾ മൈക്കുമായിട്ട് പോയപ്പോൾ അവർ പറഞ്ഞു, അവിടെ സൂപ്രണ്ട് പറഞ്ഞ കാര്യം അത് സൂപ്രണ്ട് പറഞ്ഞു, ഞാനാണ് അവരോട് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മേലെ കയറി മന്ത്രി രാജിവെക്കണമെന്ന് പറയുക, അതുപോലെ തന്നെ മന്ത്രിക്കെതിരായിട്ടുള്ള മുദ്രാവാക്യം വെച്ച് കേരളത്തിലുള്ള സമരം നടത്താൻ തീരുമാനിക്കുക. ഏത് സിസ്റ്റത്തിന്റെ? അത് കുറച്ചധികം വിശദീകരിക്കണം. ഭരണകൂടം ഇല്ല, ഞാനില്ല, അതിനൊന്നും ഞാൻ പോകുന്നു. വെറുതെ ആവശ്യമില്ല. ശരി ആയില്ലേ? അല്ല, ആ സിസ്റ്റം നിയന്ത്രിച്ചുകൊണ്ടല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എത്ര കോടിക്കണക്കിന് ഉറുപ്പികയുടെ കെട്ടിട നിർമ്മാണം നടത്തി അതിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയുള്ള എല്ലാ സംവിധാനവും അവിടെ ഒരുക്കി ആ രീതിയിൽ പ്രവർത്തനം നടന്നു മുമ്പോട്ട് പോകുക തന്നെയാണ് കേട്ടോ. റിക്കാർഡ് വേഗത്തിലാണ് ആ പണി പൂർത്തിയാക്കിയിട്ടുള്ളത്. ആ സിസ്റ്റത്തിന് കുഴപ്പം എന്ന് പറയുന്നതിനെ പറ്റി ഞാനതിൻ്റെ മറ്റെല്ലാ വിശദീകരണത്തിലേക്കും പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. അത് നമുക്ക് വേറെ നന്നായി ഒരു ക്ലാസ് നടത്താം. ഇല്ല, ഞാനതിലൊന്നും പറയാൻ ഉദ്ദേശിക്കില്ല. ധാർമ്മികമായിട്ട് എനിക്ക് നിങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരവാദിത്തം തന്നെ അവർക്കുള്ളൂ. രാജിവെച്ച പാരമ്പര്യമല്ലേ ഇപ്പോൾ ഉള്ളത്. കേന്ദ്രമന്ത്രിമാർ, ഞാൻ അതിലേക്കൊന്നും ഇപ്പം കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ആ സിസ്റ്റത്തിന്റെ കുഴപ്പം തന്നെ. ശരി, മതി. സീമയെ പറയൂ. അത് പറയും, നിങ്ങൾ നിരസിപ്പോഴണ്ട, പറയും. അതാണ് ഞാൻ പറയുന്നത്. ഒന്നുകിൽ ഓഫീസോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി തന്നെയോ ആ കാര്യം നിങ്ങളോട് പറയും. എന്ത് രഹസ്യമൊന്നുമില്ല. എന്ത് രഹസ്യം? ചികിത്സക്ക് പോകുന്ന രഹസ്യം. ശരി. ഇതുവരെ മുഖ്യമന്ത്രി കേരളം ഒട്ടാകെ ഈ വിഷയം ചർച്ച ചെയ്യുന്ന ഒരു കാര്യമായിട്ട് പോലും ഒരക്ഷരം ഇതിനെ സംബന്ധിച്ച് കിട്ടില്ല. അതൊരു തെറ്റായ രാഷ്ട്രീയ സന്ദേശം നൽകുന്നില്ല. മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ മൗനമായത്? മുഖ്യമന്ത്രി പറയേണ്ട സമയത്ത് കൃത്യമായി പറയും. ശരി. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനമാണ്. മുഖ്യമന്ത്രി പറയേണ്ട സമയത്ത് പറയുമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. സിസ്റ്റത്തിന്റെ പ്രശ്നം തന്നെയാണ്, തകരാറ് തന്നെയാണ് എന്നാണ്. സിസ്റ്റം ആരാണ് നിയന്ത്രിക്കുന്നത് എന്ന ചോദ്യം അങ്ങനെ അവശേഷിക്കുകയാണ് അന്തരീക്ഷത്തിൽ.